നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറയാറുമുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു പടി മുന്നിൽ സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. പുരുഷന്മാരുണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ഒരു പടി മുൻപന്തിയിൽ എന്തായാലും സ്ത്രീകളാണ് ഈ വിഷയത്തിലുണ്ടാവുക. സ്വപ്നം എന്നല്ല, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് മറ്റൊരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും മനസ്സിന്, ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെയല്ലേ? അപ്പോൾ സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറയാൻ പാടില്ല. എന്താ പറഞ്ഞതിനാ? എന്താ വിഷയം? പറഞ്ഞാൽ അത് അത്രയും അപകടകരമായി നമുക്ക് തിരിച്ചടിക്കും. ഹബീബായ തങ്ങൾ പറയാ, സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറഞ്ഞാൽ സംഭവിക്കുന്ന അപകടത്തെപ്പറ്റി നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊരു സ്വപ്നം കണ്ടു, അത് ഒരാളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ പോകും. സ്വപ്നം കണ്ടത് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. നമ്മൾ ഒരാളോട് ചെന്ന് പറഞ്ഞു, നമ്മൾ കണ്ട സ്വപ്നം നമ്മൾ ഒരാളോട് ചെന്ന് പറഞ്ഞു, അയാൾ അതിന് വിധിയും പറഞ്ഞു. എന്താണ് ആ കണ്ട ഓരോ സ്വപ്നങ്ങൾക്കും ഒരർത്ഥമുണ്ട്. നമ്മൾ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ഇന്നതാണ് എന്നൊരാൾ പറഞ്ഞു. ഫൈദ ഒബ്യറത്ത്, അതിന് വ്യാഖ്യാനം പറയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വഖഅത്, അത് സംഭവിക്കും. അതെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ കണ്ട ഒരു സ്വപ്നം നമ്മൾ ഒരാളോട് ചെന്ന് പറഞ്ഞു, നമ്മുടെ അയൽവാസിയോടോ കൂട്ടുകാരനോടോ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ട സ്വപ്നം ഒരാളോട് പറഞ്ഞു, അയാൾ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു. അയാൾക്ക് തോന്നിയത് പറഞ്ഞെന്നാണ്, ഇതായിരിക്കും കേട്ടോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞെന്നാൽ വഖഅത്, എന്താണോ അയാൾ പറഞ്ഞത് അതേപോലെ നടക്കും. നമ്മുടെ ജീവിതത്തിൽ അത് ശരിക്കും നടക്കും എന്നതാണ് സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത്. അതുകൊണ്ട് സ്വപ്നം കണ്ടത് പറയാൻ പാടില്ല. പറയാം, എങ്ങനത്തെ ആളുകളോടാ പറയേണ്ടത്? നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വലാ തഖുസ്സഹ ഇല്ലാ അലാ വാദിൻ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് നല്ലതേ വരൂ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ കണ്ട സ്വപ്നം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട് പറഞ്ഞു, നമുക്കറിയാം അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മോശമായിട്ടൊന്നും ചിന്തിക്കൂല, നല്ലതേ ആൾ ചിന്തിക്കുള്ളൂ എന്ന് നമുക്ക് 100% ഉറപ്പുള്ള ഒരാളോട് പറയാം. അങ്ങനെ ഉറപ്പുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ പറയരുത്. സ്വപ്നം കണ്ടത് പറയരുത്, ആരോടും പറയണ്ട. അത് മനസ്സിൽ വെച്ച അസ്വസ്ഥത അത് അവിടെ തന്നെ ഇരിക്കട്ടെ. മനസ്സിൽ വെച്ചാൽ ഒരു അസ്വസ്ഥത മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇത് മറ്റൊരാളോട് പറഞ്ഞ് അയാളിതിന് വലിയ അർത്ഥവും നമുക്ക് പറഞ്ഞെന്നാൽ അതങ്ങനെ തന്നെ നടക്കും. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകൾ വിളിച്ചു വരുത്താൻ നിൽക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോണ വഴിക്ക് പോയിക്കോളൂ, അത് വിളിച്ചു വരുത്താൻ നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം കണ്ടത് മറ്റൊരാളോട് പറയരുത്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വപ്നം കണ്ടതിൻ്റെ അർത്ഥം കിട്ടിയേ പറ്റൂ. ഓരോ സ്വപ്നങ്ങൾക്കും ഒരർത്ഥമുണ്ട്. ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം പഠിച്ച, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുണ്ടാവും, അവരോട് ചോദിക്കാം, അവർ പറഞ്ഞുതരും. എല്ലാവരോടും ചോദിക്കാൻ പാടില്ല. സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് അതിൽ എക്സ്പേർട്ടായ ആളുകളുണ്ടാവും, അവരോട് ചോദിക്കുക, അവരതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. ഇതാ ചെയ്യേണ്ടത്. എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപോലെ നടക്കും. നിനക്ക് അസുഖം വരുന്നതാണ് അതിൻ്റെ സൂചന, അല്ലെങ്കിൽ നീ മരിക്കാനായിക്കണു എന്നാണ് അതിൻ്റെ സൂചന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കും. വഖഅത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും വിധി പറഞ്ഞാൽ വഖഅത്, അത് സംഭവിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.